ചാലഞ്ചർ 2 പീരങ്കി. ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ തുടക്കത്തിൽ ചാലഞ്ചർ 2വിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. എന്നാൽ റഷ്യയ്ക്കുള്ളിൽ ഇപ്പോൾ ഇതിന്റെ അവസ്ഥ വളരെ മോശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപ് നമ്മൾ കണ്ട ഭാഗങ്ങളിൽ കേഴ്സ് ബാറ്റിലിൽ ചലഞ്ചർ പീരങ്കിയെ ആക്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേർ അത് വിശ്വസിച്ചില്ല. എന്നാൽ അടുത്ത ചില ദിവസത്തിൽ അതിന്റെ സ്പെയർ പാർട്സ് കിട്ടും. ആ ടാങ്കിന്റെ ടയറുകൾ, മറ്റു ചില ഭാഗങ്ങൾ ലഭിക്കും. അതിനെ കുഴിച്ചുമൂടാൻ ശ്രമിക്കുകയും അത് പിടിക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പോഴാണ് പലരും വിശ്വസിച്ചത് ചലഞ്ചർ 2വിന് ഇത്രയേറെ വെല്ലുവിളികൾ അവിടെ ഉണ്ടെന്ന്. എന്നാൽ വീണ്ടും മൂന്നാമത്തെ ചലഞ്ചർ പീരങ്കി റഷ്യയുടെ കേഴ്സ്കിൽ വെച്ച് ലാൻസഡ് ഡ്രോൺ കാരണം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നശിച്ചു എന്നത് മാത്രം അല്ല, കുറഞ്ഞത് 750 മുതൽ 800 സ്ക്വയർ കിലോമീറ്റർ വരെ റഷ്യ റീക്യാപ്ചർ ചെയ്തതായി ഇന്നലെ ചില വിവരങ്ങൾ പുറത്തു വന്നു. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ചലഞ്ചർ 2 ജർമ്മനിക്ക് എങ്ങനെയാണോ ലെപ്പേർഡ് 2, ലെപ്പേർഡ് സീരീസ് ഉള്ളത്, അതുപോലെയാണ് UK-ക്ക് ഈ ചലഞ്ചർ 2. യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ ഉള്ളതിൽ വെച്ച് ഒരു ശക്തമായ ആയുധം, ഒരു ശക്തമായ പീരങ്കി ഏതെന്ന് ചോദിച്ചാൽ അത് ഇത് തന്നെയാണ്. ജർമ്മനി ഉക്രൈനെ സഹായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ 14 മുതൽ 15 പീരങ്കി, ഈ ചാലഞ്ചർ 2 പീരങ്കികൾ ഉക്രൈൻ നൽകിയിരുന്നു. ഇതിന്റെ ആദ്യത്തെ കൺഫേംഡ് ലോസ് ഉക്രൈനിൽ വെച്ചാണ് സംഭവിച്ചത്. എന്നാൽ അത് ഉക്രൈനെ റീക്യാപ്ചർ ചെയ്യാൻ സാധിച്ചില്ല. എന്തിന്? റഷ്യയ്ക്ക് എടുത്തുകൊണ്ട് വന്ന് അവിടെ വിക്ടറി പാർക്കിൽ വയ്ക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു അതിന്റെ നാശം. കാരണം മുഴുവനായും അത് കത്തി നശിച്ചിരുന്നു. അങ്ങനെയായിരുന്നു ആദ്യത്തെ ചാലഞ്ചർ 2 നശിച്ചത്. എന്നാൽ അതിനുശേഷമാണ് കേഴ്സ്ക് അധിനിവേശം ഉക്രൈൻ നടത്തിയത്. ഈ കേഴ്സ്ക് അധിനിവേശം ആരംഭിച്ചതിനു ശേഷം ഇപ്പോ സംഭവിച്ചിരിക്കുന്ന നഷ്ടവുമായി ചേർത്ത് നോക്കിയാൽ മൊത്തം 4 പീരങ്കികൾ ഉക്രൈൻ നഷ്ടപ്പെടുത്തി. 3 എണ്ണം കേഴ്സ്കിൽ വെച്ച് മാത്രം നഷ്ടപ്പെടുത്തി. ഇതിനു മുൻപ് നടന്ന 2 സംഭവങ്ങൾ, ആദ്യത്തേത് ടാങ്ക് ലാൻഡ് മൈൻ കാരണം നശിപ്പിക്കപ്പെട്ടു. രണ്ടാമത്തേത് FPV ഡ്രോൺ കാരണം നടത്തി. ഇങ്ങനെയും രണ്ടാമത്തേത് FPV ഡ്രോൺ കാരണം സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. ഇപ്പോ ഈ ഒരു പീരങ്കിയെ റഷ്യയുടെ ലാൻസഡ് ഡ്രോൺ ആണ് നശിപ്പിച്ചത്. അതിന് തെളിവായി ചില ഫൂട്ടേജും ലഭിക്കുന്നുണ്ട്. കൃത്യമായി ഈ ഒരു സംഭവം നടന്നത് ടൗൺ ഓഫ് ചുറ്റ്സയിൽ നിന്ന് 5 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് പ്രദേശത്താണ് സംഭവിച്ചത്. റഷ്യയുടെ ലാൻസഡ് ഡ്രോൺ നേരിട്ട് ആ പീരങ്കിയുടെ ഗോപുരത്തിന് മുകളിൽ ചെന്ന് വീഴുന്നു. അങ്ങനെ പൊട്ടിത്തെറിച്ചതിനു ശേഷം സെക്കൻഡറി എക്സ്പ്ലോഷൻ കാരണം മുഴുവനായും ആ ചാലഞ്ചർ 2 പീരങ്കി അവിടെ കത്തി നശിച്ചു. ഇത് കൺഫേംഡ് ലോസ് ആണ്. ഉക്രൈൻ ഇതുവരെയും ഇത് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഉക്രൈൻ മിലിറ്ററിയുമായി ബന്ധപ്പെട്ട പല ടെലഗ്രാം ചാനൽസ് ഈ ഒരു ലോസ് ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. ചാലഞ്ചർ 2വിനെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് അത് വലിയ ചർച്ചാ വിഷയമാകുന്നില്ല. എങ്കിലും എണ്ണം അവർക്ക് വളരെ കുറവാണ്. 15 പീരങ്കികളിൽ 4 എണ്ണം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ നഷ്ടം തന്നെയാണ്. ലെപ്പേർഡുമായി കമ്പയർ ചെയ്യുമ്പോൾ ലെപ്പേർഡ് ഒരുപാട് സ്ഥലങ്ങളിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ലെപ്പേർഡ് ചെയ്യുന്ന പല പ്രവർത്തനങ്ങൾ ഈ ചാലഞ്ചർ 2വിനെ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിനുള്ള കാരണം ചാലഞ്ചർ 2വിനെ സംബന്ധിച്ച് ചാലഞ്ചർ 2ഉം ലെപ്പേർഡും ഒരേ കാറ്റഗറിയാണ്. ലെപ്പേർഡ് 62 ടണ്ണാണ്, ചാലഞ്ചർ 2 64 മുതൽ 65 ടണ്ണാണ്. ഇതാണ് ഇവ രണ്ടിനുമുള്ള ഒരു ഭാര വ്യത്യാസം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം സംഭവിക്കുന്നത് ഇതിന്റെ ഹോഴ്സ് പവറിലാണ്. ചാലഞ്ചറിന്റെ എഞ്ചിനെ സംബന്ധിച്ച് 1200 ഹോഴ്സ് പവർ അത് പരമാവധി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ ലെപ്പേർഡിനെ നോക്കിയാൽ 1500 ഹോഴ്സ് പവർ വരെയും എനർജി അതിനെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. കൂടാതെ അതിന്റെ ഡിസൈനിലും പല പ്രശ്നങ്ങളുള്ളതായി ഒരു മുഴുവൻ റിപ്പോർട്ട് തന്നെ പുറത്തു വന്നിരുന്നു. റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത് ദ സൺ ആയിരുന്നു. ഉക്രൈൻ ഫ്രണ്ടിൽ ആ ചാലഞ്ചർ 2 പീരങ്കിയുമായി യാത്ര ചെയ്ത് അതിന്റെ വിവരങ്ങളെല്ലാം പുറത്തുവിട്ടു. സാധാരണ ഒരു ഭൂപ്രദേശത്തേക്ക് പോകുമ്പോൾ ലെപ്പേർഡ് വളരെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പോലും ചാലഞ്ചർ 2വിനെ കൊണ്ട് മുന്നോട്ടു പോകാൻ സാധിച്ചില്ല. അതേ ട്രാക്കിൽ റഷ്യയുടെ T-60 സീരീസിലുള്ള പീരങ്കികളോ T-72 പോകുന്ന അതേ വഴിയിൽ ഉക്രൈന്റെ ചാലഞ്ചറിനെ കൊണ്ട് പോകാൻ സാധിക്കുന്നില്ല. ഒരു ചെറിയ കുഴിയിൽ അകപ്പെട്ടാൽ പോലും അത് അവിടെ കുടുങ്ങി പോവുകയാണ്. ഒരു മിലിറ്ററി ഷോയിൽ അല്ലെങ്കിൽ ഒരു സൈനിക തന്ത്രത്തിൽ ഇതിനെ വച്ച് പ്രദർശിപ്പിക്കാൻ കഴിയും എന്നതല്ലാതെ യഥാർത്ഥ യുദ്ധത്തിൽ ഈ ഒരു പീരങ്കിയെ കൊണ്ട് പൂർണ്ണമായും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു മുഴുവൻ റിപ്പോർട്ട് ദി സൺ പുറത്തുവിട്ടു. അപ്പോ ഈ പീരങ്കിക്ക് പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് വളരെ കുറവ് എണ്ണം നൽകി എന്നുണ്ടെങ്കിൽ പോലും വളരെ എഫിഷ്യന്റായി ഉക്രൈനെ കൊണ്ട് അത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. നമ്പേഴ്സ് ഒരു പ്രശ്നമാണെങ്കിൽ പോലും ഈ ഒരു പീരങ്കിയെ കൊണ്ടൊരു വലിയ വിജയം ഉക്രൈന് നൽകാൻ സാധിച്ചിട്ടില്ല. മറ്റ് പീരങ്കികളെ പോലെ തന്നെ
ഇത് ഡ്രോൺസിന് ആക്രമിക്കാൻ പാകത്തിനുള്ളതാണെങ്കിലും അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം അല്ല. എന്നാൽ ടെക്നിക്കൽ മാൽ ഫംഗ്ഷൻ വലിയൊരു പ്രശ്നമാണ്. വിന്റർ വരികയാണെങ്കിൽ ഉക്രൈൻ ഭൂപ്രദേശമൊക്കെ വളരെ മോശമായി മാറും. സാധാരണ ഭൂപ്രദേശത്ത് പോലും ഈ ചാലഞ്ചർ 2 കൊണ്ട് നല്ല രീതിയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോ ഭൂപ്രദേശത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോ ചാലഞ്ചർ 2 സംബന്ധിച്ച് ഉക്രൈനുള്ളിൽ അത് സമ്പൂർണ്ണ പരാജയമായി മാറിയിരിക്കുന്നു. മൂന്നാമത്തെ പീരങ്കി റഷ്യയ്ക്കുള്ളിൽ വെച്ച് തന്നെ ഉക്രൈൻ നഷ്ടപ്പെടുത്തി. ഇപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം ഒരു ഭാഗത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നോർത്ത് കൊറിയൻ സൈനികരുടെ മറ്റൊരു വിവരം പുറത്തു വന്നു. നോർത്ത് കൊറിയൻ സൈനികർ റഷ്യയ്ക്കുള്ളിൽ വന്നല്ലോ. അപ്പോ അവർ അകത്തേക്ക് വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? റഷ്യയുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് പരിശീലനം നടത്തണം. പക്ഷെ എന്തുകൊണ്ട് റഷ്യയുടെ വെപ്പൺസ് വെച്ച് പുതുതായി അവർക്കൊരു പരിശീലനം നൽകണം? നേരത്തെ അവർ പരിശീലനം എടുത്തിട്ടുണ്ടല്ലോ നോർത്ത് കൊറിയയിൽ വെച്ച് അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ച്. ആ ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ടുവരിക. അതെല്ലാം എടുത്തുകൊണ്ടുവന്ന് അതേ ആയുധങ്ങൾ ഉപയോഗിച്ച് അവർ ഏത് ആയുധങ്ങൾ ഉപയോഗിച്ചാണോ പരിശീലനം നടത്തിയത്, എന്തിനു വേണ്ടിയുള്ള ട്രെയിനിങ് ആണോ അവർ എടുത്തത്, അത് തന്നെ റഷ്യയിൽ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്നുള്ള ഒരു പദ്ധതിയിടുകയും തുടർന്ന് റഷ്യയിലേക്ക് 100 കണക്കിന് നോർത്ത് കൊറിയയിലുള്ള സെൽഫ് പ്രൊപ്പൽഡ് ട്രാക്ക് ഹാവിച്ചറായ M1989 കോക്സൺ വന്നിട്ടുണ്ട്. ഇതിനകം റഷ്യയ്ക്കുള്ളിൽ ഇത് വന്നിട്ടുണ്ട്. റഷ്യയിൽ ഇതിനെ റെയിൽ കൊണ്ടുവരികയും ഫ്രണ്ട് ലൈനെ നോക്കി നീക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നോർത്ത് കൊറിയൻ സൈനികരെ സംബന്ധിച്ച് റഷ്യയുടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ അവർ പരിശീലനം എടുത്തിട്ടുണ്ട്. എന്നാൽ അത് എത്രത്തോളം എഫിഷ്യന്റായി, എത്രത്തോളം കൃത്യമായി ആക്രമിക്കാൻ അവരെ കൊണ്ട് കഴിയും എന്നുള്ളത് ഒരു ചോദ്യമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ നോർത്ത് കൊറിയൻ ആയുധങ്ങൾ എടുത്തുകൊണ്ടുവന്ന് അത് ബാറ്റിൽ ഫ്രണ്ടിൽ വെച്ച് ഉപയോഗിക്കുക എന്നുള്ളത് വലിയൊരു ഗെയിം ചേഞ്ചിങ് മൊമെന്റായി തന്നെ മാറും. അതും 100 കണക്കിന് ഗൺസ് വരികയും അതുപയോഗിച്ച് കേഴ്സ്കിൽ ഡിഫൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ്മെന്റ് സൃഷ്ടിക്കാൻ സാധിക്കും. കേഴ്സ്ക് എന്ന് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. കേഴ്സ്കിൽ 1600 സ്ക്വയർ കിലോമീറ്റർ വരെയും ഉക്രൈൻ നിയന്ത്രണത്തിലുണ്ടായിരുന്നു. ഇപ്പോ അടുത്തിടെ വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് നോക്കിയാൽ 780 സ്ക്വയർ കിലോമീറ്റർ, ഏകദേശം 800 സ്ക്വയർ കിലോമീറ്റർ റഷ്യ റീക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇത് എത്രത്തോളം വലിയൊരു ബ്രേക്ക് ത്രൂ ആണെന്ന് ചോദിച്ചാൽ 3/4 ഭാഗവും റഷ്യ ഇപ്പോൾ റീക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഉക്രൈൻ ഇതുപോലെ പല ഭൂപ്രദേശം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ, വീണ്ടും വീണ്ടും അവരുടെ എലൈറ്റ് സോൾജേഴ്സിനെ അകത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നാൽ, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അകത്തേക്ക് വന്ന് അവിടെ ഒരു സീസ് ഫയർ കൊണ്ടുവരുന്നതിനുള്ളിൽ ഉക്രൈന് പല പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടെ മറ്റൊരു പ്രശ്നം വന്നിരിക്കുന്നത് പോളണ്ടിന്റെ പ്രതിരോധ മന്ത്രി അവരുടെ രാജ്യത്തിന്റെ പത്രത്തിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം. അദ്ദേഹം ഉക്രൈനെ വളരെ ദേഷ്യത്തിൽ സംസാരിച്ചു. ഉക്രൈന് ഞങ്ങൾ പോളണ്ടിൽ നിന്നും സഹായം നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവയ്ക്കെല്ലാം ഒരു അതിരുണ്ട്. ഉക്രൈന് നൽകുന്ന സഹായം കാരണം പോളണ്ടിന്റെ സെക്യൂരിറ്റിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, അല്ലെങ്കിൽ ഉക്രൈന് സഹായം നൽകുന്നത് കാരണം പോളണ്ടിന് പ്രശ്നം വരുന്നു എന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായും ഞങ്ങളുടെ സെക്യൂരിറ്റി ആയിരിക്കും ഞങ്ങൾ ആദ്യം നോക്കുക. ഉക്രൈനെ സഹായിക്കില്ല, അത് മറ്റൊരു ഘട്ടമാണ്. ഉക്രൈൻ ഒരിക്കലും നന്ദി മറക്കില്ല, അത് ഞങ്ങൾക്ക് നന്നായി അറിയാം. കാരണം 2022 ആദ്യമായി ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ കൂടുതൽ ആനുകൂല്യങ്ങളെല്ലാം പോളണ്ടാണ് ചെയ്തത്. അത് ഉക്രൈനെ നന്നായി തന്നെ അറിയാം. എങ്കിലും ഞങ്ങളുടെ ദേശീയ താൽപര്യം, ഞങ്ങളുടെ സുരക്ഷയായിരിക്കും ഞങ്ങൾക്ക് ആദ്യത്തെ കാര്യമായി മാറുക. അപ്പോ ഇവർ നൽകിയ ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെയും ജർമ്മനി അടുത്തിടെ നൽകിയ ഫോൺ കോൾസും എന്തോ ഒരു രീതിയിൽ ഇന്റർ കണക്ട് ആകുന്നത് പോലെ തോന്നാം. കാരണം ജർമ്മനി മിസൈൽസ് നൽകുന്നു, അല്ലെങ്കിൽ പോളണ്ടിൽ നിന്നും ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആയുധം ഉക്രൈനിലേക്ക് ട്രാൻസ്ഫർ ആയാൽ അവയെല്ലാം റഷ്യയുടെ ടാർഗറ്റ് ലിസ്റ്റിലേക്ക് വരും. എത്ര തന്നെ നാറ്റോ കൺട്രീസ് ആണെങ്കിലും, നാറ്റോ കൺട്രീസ് ആയുധങ്ങൾക്ക് നേരെ റഷ്യ ഒരിക്കലും ആക്രമിക്കില്ല എന്നൊക്കെ പറഞ്ഞാലും ആയുധങ്ങൾ കൊടുത്തൊരിക്കലും അങ്ങനെ ഒരു റിസ്ക് എടുക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ ഇപ്പൊ പല രാജ്യങ്ങളും എത്തിയിട്ടുണ്ട്. അപ്പോ ഉക്രൈന് ഇത് തീർച്ചയായും ഒരു വലിയ തിരിച്ചടിയായി തന്നെ മാറും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.